അപ്പം മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോത്തിലാൽ ഒസ്വാള് ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന 10 സ്റ്റോക്കുകളാണ്. അത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റോക്കുകൾ നമുക്ക് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കുകളാണ്. അപ്പൊ ഇപ്പോൾ മേടിച്ചിടാൻ പറ്റിയ സ്റ്റോക്കിലാണ്. നല്ല ഒരു ഡിവിഡൻഡ് യീൽഡിങ് അതുപോലെ തന്നെ വാല്യുവേഷൻ ഒക്കെ കൊള്ളുന്ന സ്റ്റോക്കാണ്. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി ഇന്ത്യ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഈ 4 കാര്യം ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സ്റ്റോക്ക് ഭാരതി എയർടെൽ. ഈ ഒരു സ്റ്റോക്കാണ് ഉയരാൻ സാധ്യതയുണ്ട്. 18% വരെ ഉയരും എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 2270 ആണ് ടാർഗറ്റ്. 18% ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. വേൾഡ്സ് ലീഡിംഗ് ആയിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ടെലികമ്മ്യൂണിക്കേഷനിൽ തന്നെ ആദ്യത്തെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തേതിൽ വരുന്ന നല്ല ഒരു സ്റ്റോക്കാണ്. ലോങ് ടേമിനൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് 2% ഡൗൺ. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും ഡൗൺ ആണ്. മാർക്കറ്റ് ഇടിയിട്ടുണ്ട്. മാർക്കറ്റ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സോ ഈ ഒരു സ്റ്റോക്കിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 26% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. 1300 വരെ പോകുന്ന മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്നത് ICICI ബാങ്ക്. ICICI ബാങ്കും ഇന്ന് 2% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റോക്കും 1385 ബ്രേക്ക് ചെയ്താലാണ് നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. 1750 വരെ പോകും. 27% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ഈ സ്റ്റോക്ക് ഫിനാൻഷ്യൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ സെക്കൻഡ് ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്നത് M&M, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. So 3100 പറഞ്ഞിട്ടുണ്ട്. 3105 ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ടൈറ്റൻ കമ്പനിയാണ്. ടൈറ്റൻ കമ്പനി 4586 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ടൈറ്റൻ കമ്പനി ഈ ഒരു കൺസ്യൂമർ ഡ്യൂറബിൾസിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന നല്ല ഒരു ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ്. ലോങ് ടേമിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന FI ഹോൾഡ് റെക്കമെൻഡ് ചെയ്യുന്നു. 80 വരെ ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. മോത്തിലാൽ ഒസ്വാൾ 32% വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. കൺസ്യൂമർ സർവീസസിൽ തന്നെ ഉണ്ട്. നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്കും ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ്. FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. ശ്രീറാം ഫൈനാൻസ് ഒക്കെ ഇന്ന് 4% ഇടിഞ്ഞിട്ടുണ്ട്. സോ 1020 ബ്രേക്ക് ചെയ്താലേ നല്ല ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ശ്രീറാം ഫൈനാൻസിന് ഉള്ളൂ. ഈ സ്റ്റോക്കിന് മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന
റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഫിനാൻഷ്യൽ സർവീസസിൽ തന്നെ സെക്കൻഡ് ലീഡിംഗ് ആയിട്ട് എന്നാൽ നല്ല ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാൽ FI ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇടിഞ്ഞാൽ നോക്കണ്ട. ഇപ്പൊ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ട് മിക്ക സ്റ്റോക്കുകൾ ഇടിഞ്ഞിട്ടുണ്ട്. ബട്ട് ഈ ഒരു സന്ദർഭം പ്രയോജനമായിട്ട് എടുത്ത് നമുക്ക് ഡിസ്കൗണ്ടുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് ടേമിൽ മേടിച്ചു. അതാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നെക്സ്റ്റ് വരുന്നത് ഇന്റർഗ്ലോബ് ഏവിയേഷൻ. സോ ഇന്റർഗ്ലോബ് 5% ഇടിഞ്ഞിട്ടുണ്ട്. അഫ്കോഴ്സ് അതിന്റെ ന്യൂസും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ 6590 ആണോ ടാർഗറ്റ്. 22% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യസ് ലാർജസ്റ്റ് പാസഞ്ചർ എയർലൈൻ വരെയാണ്. അപ്പൊ ഇവിടെ ഹോർമൂസ് റീജിയനിൽ വീണ്ടും അടി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസ്പോർട്ട് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കൊക്കെ നമുക്ക് ഇപ്പോൾ പിന്നെ ഇതിന്റെ വാലുവേഷൻ നോക്കുകയാണെങ്കിൽ കൊള്ളത്തില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞേക്കാം. ROE ഒക്കെ നെഗറ്റീവ് ആണ്. ബട്ട് എന്നാലും മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്ക് ലോങ് ടേമിന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് HDFC AMC. സോ HDFC AMC ആണ് നെക്സ്റ്റ്. ഇന്ന് 4% ഇടിഞ്ഞിട്ടുണ്ട്. ഫിനാൻസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഇന്ന് നല്ല ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3250 വരെ പോകുന്നു റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 17% വരെ വരാൻ സാധ്യതയുണ്ടെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2675 ബ്രേക്ക് ചെയ്താൽ ഇനി ഒരു സ്റ്റോക്കിന് ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ബട്ട് ലോങ് ടേമിന് നമുക്ക് ഈ സ്റ്റോക്ക് മേടിച്ചിടാം. FI ഹോൾഡിങ്സ് ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് BSE. സോ BSE ഇന്ന് കയറിയിട്ടുണ്ട്. 1% വരെ കയറിയിരിക്കുകയാണ്. BSE 4350 വരെ പോകുന്നതാണ് മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 18% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ 10 സ്റ്റോക്കുകളാണ് മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യാം. ഷോർട്ട് ടേമിന് ഇന്നിപ്പോ റിലയൻസ് ഇൻഡസ്ട്രീസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് 2% ഡൗൺ ആണ്. ബട്ട് 1320 ആണ് ടാർഗറ്റ്. 1425 വരെ പോകാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് 1239 വെക്കാം. സോ 1280 ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ ചെയ്യാം ഈ ഒരു സ്റ്റോക്ക്. ഇതൊക്കെ ഷോർട്ട് ടേമിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. ഇപ്പൊ ഭാരതി എയർടെൽ നേരത്തെ പറഞ്ഞു. അപ്പൊ ഭാരതി എയർടെൽ 1818 റുപ്പീസ് 1910 അല്ലെങ്കിൽ 1942 ആ ഒരു റേഞ്ചിൽ മേടിക്കാം. സ്റ്റോപ്പ് ലോസ് 1810 വെക്കുക. ദെൻ ഭാരത് ഇലക്ട്രോണിക്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഇതൊക്കെ ഷോർട്ട് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കുകളാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ഇന്നിപ്പോ 2% ഇടിഞ്ഞിട്ടുണ്ട്. 412 422 ആ ഒരു റേഞ്ചിൽ ബൈ ചെയ്യാം. 464 വരെ പോകാൻ സാധ്യതയുണ്ട്. 394 എന്ത് ചെയ്യുക സ്റ്റോപ്പ് ലോസ് വെക്കുക. പിന്നെ HDFC ബാങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇപ്പൊ 2% ഇടിഞ്ഞിട്ടുണ്ട്. സോ 812 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 815 ആണ് നല്ലത്. 815 ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 835 ഫസ്റ്റ് ടാർഗറ്റ്. 910 വരെ പോകാൻ സാധ്യതയുണ്ട്. 760 സ്റ്റോപ്പ് ലോസ് വെക്കുക. ITC ഒത്തിരി പേര് ചോദിച്ച ഒരു സ്റ്റോക്കാണ്. അപ്പൊ ITC ഇന്ന് 2% ഇടിഞ്ഞിട്ടുണ്ട്. 285 ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ ചെയ്യുക. 292 ഫസ്റ്റ് ടാർഗറ്റ്. 320 സെക്കൻഡ് ടാർഗറ്റ്. 270 എന്ത് ചെയ്യുക സ്റ്റോപ്പ് ലോസ് വെക്കുക. പിന്നെ സോണ BMW പ്രിസിഷൻ. അപ്പൊ ഈ സ്റ്റോക്ക് 665 ബ്രേക്ക് ചെയ്താലേ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. 671 ഫസ്റ്റ് ടാർഗറ്റ്. 718 വരെ ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ്. 647 സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇതെല്ലാം ഷോർട്ട് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. ഹാവൽസ് ഇന്ത്യ. സോ ഹാവൽസ് ഇന്ത്യ 1210 ട്രേഡ് ചെയ്യുന്നു. 1225 വരുമ്പോൾ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
1310 ടാർഗറ്റ്, 1182 സ്റ്റോപ്പ് ലോസ് വെക്കുക. പിന്നെ ഫാർമ ബേസിലുള്ളതിൽ പ്ലാൻ ഫാർമ ഫോക്കസ് ചെയ്യാം. അപ്പോൾ 2004 60 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വെക്കുക. നെക്സ്റ്റ് വരുന്നത് LTM. ഈ ഒരു സ്റ്റോക്കാണ്. LTM IT സർവീസസ് കൊടുക്കുന്ന ലാർസൺ ആൻഡ് ടൂർബോ ഇൻഫോടെക് IT സർവീസസിൽ വരുന്ന സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്ക് 3858 ആ ഒരു റേഞ്ചിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബൈ ചെയ്യാം. 4128 വരെയാണ് ടാർഗറ്റ്. 3722 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യ നിപ്പോൺ ഇലക്ട്രിക്കൽസ്. ഈ ഒരു സ്റ്റോക്ക് ഇന്ന് 2% ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 1028 ആകുമ്പോഴത്തേക്ക് ബൈ ചെയ്യുക. 1100 ടാർഗറ്റ്, 992 സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മൾ ഷോർട്ട് ടേമിന് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ. അപ്പൊ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ഉള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസും ഉണ്ട്. 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസ് കിട്ടി. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.